ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകാൻ നിൽക്കായിരുന്നു. സൂപ്പർ സിനിമ, നമ്മൾ വിചാരിച്ചേക്കണ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് പടം, അടിപൊളിയാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്ത സ്ക്രിപ്റ്റാണ് മിഥുൻ മാനുവൽ തോമസിന്റെ. ജയറാമിന്റെ കംബാക്ക് ആണ്. അടിപൊളി, രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. അതിലൊരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുക്കാച്ച സാധനമാണ്. നന്നായിട്ട് ഓടും, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു ഇതുണ്ട്, തീമാണത്. ഓടട്ടെ. നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് മമ്മൂട്ടി ആസ് വെൽ ആസ്. ജയറാമിനെ സംബന്ധിച്ച് തിരിച്ചുവരവായിരിക്കാം, കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിൻ്റെ കംബാക്കാണ്, തിരിച്ചു പോകാൻ. അല്ല കുഴപ്പമില്ല, കംബാക്ക് നന്നായിരുന്നു. കുഴപ്പമില്ലേ, കണ്ടിരിക്കണം, നല്ല പടം. നമുക്ക് ത്രില്ലിംഗ് ആണോ അതോ? സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ത്രില്ലിംഗ്, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലേഖൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. ജയറാമിൻ്റെ കംബാക്കാണ്. സൂപ്പറായിട്ട് മമ്മൂട്ടി, സൂപ്പറായിട്ട് മമ്മൂട്ടി പൊളിച്ചിട്ടുണ്ട്. സൂപ്പർ സിനിമ. ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകാൻ നിൽക്കായിരുന്നു. സൂപ്പർ സിനിമ, നമ്മൾ വിചാരിച്ചേക്കണ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് പടം, എന്തായാലും 100%. അതായത് ശരിക്കും പറഞ്ഞാലും ഈ പടത്തിൽ നമ്മൾ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസമാണ് മമ്മൂക്ക ചെയ്തു എന്നാണ് നമ്മുടെ അറിവുണ്ടായിരുന്നത്. ഞാൻ ഉണ്ടായിരുന്ന സെറ്റിലുണ്ടായിരുന്നതാണ്, സീതാറാം മില്ലിൻ്റെ ഉള്ളിലായിരുന്നു പല സീനുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ പുറത്തേക്ക് വന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമല്ല നായകൻ, മമ്മൂക്കയാണ് ഈ സിനിമയിലെ നായകൻ. ഗംഭീരമായിട്ട് എല്ലാ കഥാപാത്രവും അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിന്നുണ്ട് സിനിമ. അത് മിഥുൻ മാനുവലിൻ്റെ പടമായ കാരണം നമുക്ക് എന്തായാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് വന്നു. എന്തായാലും മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക 80% മുകളിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റാവുന്ന സിനിമയാണ് എല്ലാ പടം വന്നിട്ടുള്ളതും. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സിനിമയും. ധൈര്യമായിട്ട് എന്തായാലും ഈ സിനിമ എന്തായാലും വൻ വിജയമാകും. ജയറാമിന് നല്ലൊരു തിരിച്ചുവരവായിരിക്കും. അടിപൊളിയാണ്. നമ്മൾ ട്രെയിലർ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്ത ഒരു നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. നമ്മൾ ജയറാമേട്ടൻ്റെ ഇത്രയും നാൾ കാണാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. കംബാക്ക് അതെ. അതായത് അത് മാത്രമല്ല, നമുക്ക് ഇത്ര നാൾ കണ്ട ഒരു ക്യാരക്ടർ പോലെ അല്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ചൊക്കെ പോയിന്റ്സിൽ നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് ആക്കുന്നത്. ഇല്ല, ലാഗൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. പടം സൂപ്പർ, അടിപൊളി. ആദ്യം തൊട്ട് ത്രില്ലർ തന്നെയാണ്. പിടിച്ചിരുത്തും. ജയറാമിന്റെ ഒരു കംബാക്ക് തന്നെയാണ്. ജയറാമോ തിരിച്ചുവരവ് തന്നെയാണ്. ലാഗൊന്നുമില്ല, പക്ഷേ അത്ര ഗൂസ്ബം മൂമെന്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാം. മോശം പടം നല്ല ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഇമോഷണലൊക്കെയാണ്. എനിക്ക് അതെ ജസ്റ്റ് വാച്ചബിൾ മൂവി. പിടിച്ചെത്താനുള്ള കണ്ടൻസ് ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല, ജസ്റ്റ് വാച്ചബിൾ ഫ്ലിക്ക് ആയിട്ട് തോന്നിയുള്ളൂ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മ്യൂസിക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ഞാൻ എഡിറ്റിംഗ് ആയാലും എല്ലാ സൈഡും അടിപൊളി തന്നെയാണ് പടം എനിക്ക് ഓക്കെയാണ്. ലാഗൊന്നുമില്ല, ഒരു ഫ്ലോയിൽ അങ്ങനെ കണ്ടുപോകാം. അടിപൊളി പടമാണ്, ഫാമിലി ഒക്കെ എല്ലാവരും. ജയറാമൻ്റെ അടിപൊളി, ഭയങ്കര തിരിച്ചറിവ്, അടിപൊളി പടമായിരുന്നു. അടിപൊളി തന്നെയാണ് പടം. ആള് നൈസായിട്ട്, ആളുടെ വേറെ പടങ്ങളിലൊന്നും കാണാത്ത ലെവലിലൊരു ആക്ടിങ്ങും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിടിച്ചിരുത്തുന്നുണ്ട്. ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലറല്ല. അതാണ് ഇമോഷണൽ ഡ്രാമയായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ത്രില്ലറായിട്ട് കാണരുത് എന്നാണ്. അടിപൊളി പടമാണ്. ഒരു ജയറാമന്റെ കംബാക്ക് ആണോ അതോ? അതെ. ഈ സിനിമയിൽ ഇപ്പൊ എന്താണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡയറക്ടർ? ഇതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്, എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ജയറാമിന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. കുഴപ്പമില്ല, ഡീസൻറ്റ് ത്രില്ലർ തന്നെ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്, നല്ല കഥയാണ്. സ്ക്രിപ്റ്റാണ് മിഥുൻ മാനുവൽ തോമസിന്റെ. എന്നത്തെ പോലും അടിപൊളി സ്ക്രിപ്റ്റാണ്. പിന്നെ ഫസ്റ്റ് ഹാഫാണ് നല്ല ത്രില്ലിങ്, സെക്കൻഡ് ഹാഫ് കഥയാണ് കുറച്ചും കൂടി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോണേ. പിന്നെ നമ്മളെ എക്സൈറ്റിപ്പിക്കുന്ന ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഇതിലൊക്കെ പോകുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ട്വിസ്റ്റും ടേണൊക്കെ ഉള്ള നല്ല സിനിമയാണ്. ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും എന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജായിട്ട് അത്യാവശ്യം അറിവുള്ള ഒരാളാണ്. അവിടെ ശരിക്കും നടക്കുന്ന സംഭവങ്ങളാണ് വളരെ കൃത്യമായിട്ട്, വളരെ ടച്ചിങ്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ സിനിമയുടെ നേടുന്നോളും. നന്നായിരിക്കുന്നു. നല്ല സിനിമയാണ്, തീർച്ചയായും തിയേറ്ററിൽ ഒന്ന് കണ്ട സിനിമയാണ്. ജയറാമേട്ടൻ നന്നായിട്ടുണ്ട്, മമ്മൂക്ക വളരെ നന്നായിട്ടുണ്ട്, നല്ല സിനിമയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ ഒന്ന് ഈ സിനിമ കാണണം. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടിപൊളി പടം തന്നെയാണ്. ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്.